നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് 2 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരുടെ പ്രവേശന വിലക്ക് നീട്ടിയിരിക്കുകയാണ് UAE. പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ദക്ഷിണാഫ്രിക്ക, നൈജീരിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ മാർച്ച് 20 വരെ നിർത്തിവെക്കുമെന്ന് എമിറേറ്റ്സ് എയർലൈൻ അറിയിക്കുകയുണ്ടായി. ഈ 2 രാജ്യങ്ങളിൽ നിന്ന് UAEയിലേക്ക് നേരിട്ടോ അല്ലാതെയോ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കുള്ള പ്രവേശന നിയന്ത്രണങ്ങൾ നേരത്തെ തന്നെ നിലവിലുണ്ടായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള യാത്രാ സർവീസുകൾക്കുള്ള നിയന്ത്രണം നീട്ടിയതായി പ്രഖ്യാപിച്ചതിനു ശേഷം ജോനാസ്ബർഗിലേക്ക് ദിവസേനയുള്ള യാത്രാ വിമാനങ്ങൾ മാർച്ച് 11 മുതൽ പുനരാരംഭിക്കുമെന്നും EK763 ആയി പ്രവർത്തിക്കുമെന്നും എമിറേറ്റ്സ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ EK764 പാസഞ്ചർ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നതായി എമിറേറ്റ്സ് വെബ്സൈറ്റ് വ്യക്തമാക്കുകയും ചെയ്തു. ആയതിനാൽ തന്നെ സർക്കാർ നിർദ്ദേശങ്ങൾക്കനുസൃതമായി നൈജീരിയയിലെ ലാഗോസ്, അബൂജ എന്നിവിടങ്ങളിൽ നിന്ന് ദുബായിലേക്കുള്ള യാത്രാ സർവീസുകളും മാർച്ച് 20 വരെ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്ന് എയർലൈൻ അറിയിച്ചു. അബൂജ, ലാഗോസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെ ഈ തീയതിക്ക് മുമ്പോ ഇതിനിടയിലോ യാത്രയ്ക്കായി സ്വീകരിക്കുന്നതല്ല. മാത്രമല്ല, കഴിഞ്ഞ 14 ദിവസമായി നൈജീരിയയിലേക്കോ നൈജീരിയ വഴിയോ ഉള്ള യാത്രക്കാർക്ക് UAEയിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്നും എയർലൈൻ പറഞ്ഞു. ദുബായിൽ നിന്ന് ലാഗോസിലേക്കും അബൂജയിലേക്കും എമിറേറ്റ്സ് സർവീസുകൾ സാധാരണ സമയക്രമം അനുസരിച്ച് തുടർന്നും പ്രവർത്തിക്കുന്നതാണ്. അസൗകര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ച എയർലൈൻ ദുരിതബാധിതരായ ഉപയോക്താക്കൾ റീബുക്കിംഗ് ആയി അവരുടെ ബുക്കിംഗ് ഏജന്റുമാരെയോ എമിറേറ്റ്സ് കോൾ സെന്ററുകളുമായോ ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു. നൈജീരിയയിൽ നിന്നുള്ള വിമാനങ്ങളുടെ നിയന്ത്രണം നീട്ടിയതിനെക്കുറിച്ച് ഫ്ലൈ ദുബായ് ഇതുവരെ ഒരു പ്രഖ്യാപനവും നടത്തിയിരിക്കുന്നില്ല. എയർലൈനിന്റെ വെബ്സൈറ്റിലെ മുമ്പത്തെ അറിയിപ്പ് പ്രകാരം നൈജീരിയയിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ ഉള്ള വിമാനങ്ങളെല്ലാം മാർച്ച് 12 വരെ താൽക്കാലികമായി നിർത്തിവെക്കുകയുണ്ടായി. കഴിഞ്ഞ 14 ദിവസങ്ങളിൽ യാത്രക്കാർക്ക് നൈജീരിയ സന്ദർശിക്കുകയോ യാത്ര ചെയ്യുകയോ ചെയ്താൽ ദുബായിൽ പ്രവേശിക്കാൻ അനുവാദവും നൽകിയിട്ടില്ല. UAE പൗരന്മാർക്കും നൈജീരിയയിലേക്ക് പോകുന്ന യാത്രക്കാർക്കും ഇത് ബാധകമല്ലെന്ന് ഫ്ലൈ ദുബായ് പറഞ്ഞു. കഴിഞ്ഞ 14 ദിവസമായി ദക്ഷിണാഫ്രിക്കയിലൂടെ സഞ്ചരിക്കുകയോ യാത്ര ചെയ്യുകയോ ചെയ്ത യാത്രക്കാർക്ക് UAEയിലൂടെ പ്രവേശിക്കാനോ യാത്ര ചെയ്യാനോ അനുവാദം നൽകുന്നതല്ല. ഇന്ത്യൻ മഹാസമുദ്ര ദ്വീപ് ഞായറാഴ്ച മുതൽ ഒരാഴ്ചത്തേക്ക് അതിർത്തികൾ അടച്ചതിനെ തുടർന്ന് മൗറീഷ്യസിലേക്ക് ഒരു സർവീസ് മാത്രമാണ് നടത്തിയതെന്ന് എമിറേറ്റ്സ് ഗൾഫ് ന്യൂസിനോട് പ്രതികരിച്ചു. ഇതുകൂടാതെ വിമാനം റദ്ദാക്കുന്നതിന്റെ സമയപരിധിയിൽ എമിറേറ്റ്സ് ഒരു വിമാനം മാത്രമേ പ്രവർത്തിപ്പിക്കൂ എന്ന് വക്താവ് വ്യക്തമാക്കി. ഇത്തിഹാദും ഫ്ലൈ ദുബായും മൗറീഷ്യസിലേക്ക് വിമാന സർവീസ് നടത്തിയിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.